ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സന്തോഷത്തിനും സമാധാനത്തിനും ആനന്ദത്തിലുമാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സദ്വാർത്തയുണ്ട്. ഇതെല്ലാം തരാൻ കഴിവുള്ള, ഇതെല്ലാം സ്വന്തമായി ഇരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മളോട് കൂടെയുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ പേരാകും യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഈ പിതാവിൻ്റെ ഹൃദയത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞ വ്യക്തിത്വം യേശുവാകുന്നു. നമുക്ക് നമ്മളുടെ ഭൗതികമായിട്ടുള്ള പിതാവിനെ നോക്കിയാലും പേരൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നാം നമുക്ക് നമ്മുടെ പേരൻസിനെ നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ എവിടൊക്കെയോ ആ തോന്നലിൻ്റെ അകത്ത് പോലും ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ചില സംസാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതൊരു എവിടൊക്കെയോ അതിനൊരു പാകപ്പിഴയുള്ളതുപോലെ, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നതല്ല ആ വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ കർത്താവ് ഇവിടെ പറയാം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും വേറെ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. 20-ാമത്തെ വാക്യത്തിനെന്ന് പറയുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുന്നു. അതായത് യേശു ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നുവോ ഇത് നേരത്തെ തന്നെ പിതാവ് കാണിച്ചു കഴിഞ്ഞതാകുന്നു. അതായത് രോഗസൗഖ്യത്തെ പറ്റിയിട്ടാണെങ്കിലും, പിശാചിനെ പുറത്താക്കുന്നതാണെങ്കിലും, കടലിൻ്റെ മീതെ നടക്കുന്നതാണെങ്കിലും, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണെങ്കിലും, രോഗങ്ങളെ സൗഖ്യമാക്കുന്നതാണെങ്കിലും, ഉപദേശിക്കുന്നതാണെങ്കിലും, ശിഷ്യരോട് സംസാരിക്കുന്നതാണെങ്കിലും, അവരോട് റവലേഷൻസ് സംസാരിക്കുന്നതാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും ഓൾറെഡി കർത്താവ് പറയുക, എനിക്ക് പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ, പിതാവ് എനിക്ക് പറഞ്ഞു തരുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നമ്മളെ നന്നായി അറിയാവുന്ന, നമ്മൾ എങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിക്കണം, നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഈ പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സ്നേഹമാകുന്നു. ഈ പിതാവ് നമ്മളെ വടിയെടുത്തല്ല സ്നേഹിക്കുന്നത്, പകരം തൻ്റെ ഹൃദയം തുറന്നു കാട്ടിയിട്ടാകുന്നു ഈ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത നമുക്ക് കാണാൻ പറ്റുന്നത് കാൽവരി ക്രൂശിലാകുന്നു. ഈ കാൽവരി ക്രൂശ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും ഈ ദൈവ സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് യേശുവിനെ പറ്റി ആരും പ്രഘോഷിക്കത്തില്ലായിരുന്നു. ഞാൻ പോലും ഇങ്ങനത്തെ ഒരു വീഡിയോ യേശുവിനെ പറ്റി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയൊരു പുത്രൻ നമുക്കുള്ളതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്നേക്കുമായി സ്വർഗത്തിൽ ഒരു പുത്രനുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ, നമുക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ. അത് മറ്റാരുമല്ല, മനുഷ്യനായിരിക്കുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇന്ന് ആ സ്നേഹത്തിലേക്ക് നാം നയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എനിക്കും പിതാവിനും ഇടയിൽ നിൽക്കുന്നത് എൻ്റെ പാപമോ, എനിക്ക് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ദോഷകരമായി സംസാരിക്കുന്ന എന്തെങ്കിലും നിയമമോ ശാപമോ ബന്ധനമോ പിശാചോ അല്ല, പകരം എനിക്കും പിതാവിനും ഇടയിൽ നിൽക്കുന്നത് പുത്രനാകുന്നു. ഈ പുത്രൻ നമുക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ, ഈ പുത്രൻ നമുക്ക് വേണ്ടി വാഗ്വാദം നടത്തുക എന്ന് പറയുമ്പോൾ, എൻ്റെ പാപത്തെയോ എൻ്റെ കുറവുകളെയോ പോയി പിതാവിനോട് പറഞ്ഞ് എനിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു തരാനുള്ളതായിട്ടല്ല, അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടല്ല ഈ പുത്രൻ നിൽക്കുന്നത്. പകരം എനിക്ക് വേണ്ടി എപ്പോഴും നല്ലത് സംസാരിക്കുന്ന, എൻ്റെ കുറവുകളെ തൻ്റെ ശരീരത്തിനോട് ചേർത്ത്, ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളെയും തൻ്റെ ശരീരത്തിൽ മറച്ചുകൊണ്ട് അവൻ്റെ നീതീകരണം ഓരോ നിമിഷവും അവൻ എൻ്റെ മേൽ തന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ സ്നേഹത്താൽ അവൻ എന്നെ ഓരോ നിമിഷവും നിറച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വിശുദ്ധി എൻ്റെ മേൽ ഓരോ നിമിഷവും പകർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാകുന്നു.
നിങ്ങളിപ്പോഴും പാപത്തിൻ്റെ അടിമയായ അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ അകത്ത് കിടക്കേണ്ടവരല്ല, അല്ലെങ്കിൽ അടിമയായ ശിക്ഷയിൽ നിങ്ങൾ വസിക്കേണ്ടവരല്ല, കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവരല്ല. പകരം നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവരാകുന്നു. നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന സമാധാനത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലും നിങ്ങൾ ജീവിക്കേണ്ടവരാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ കർത്താവുമായി ഒരു പടിക്കപ്പുറത്തേക്കുള്ള ബന്ധത്തിലേക്ക് കയറി വരാം. നമുക്കിപ്പോൾ തന്നെ എല്ലാ കുറ്റങ്ങളെയും മാറ്റി, എല്ലാ കുറ്റബോധങ്ങളെയും മാറ്റി, എല്ലാ കുറവുകളെയും മാറ്റി നമുക്ക് യേശുവിൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ നമുക്ക് കയറി പോവാം, അല്ലെങ്കിൽ തിരികെ വരാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അവനാണിപ്പോൾ നമ്മുടെ നീതീകരണം. നമ്മളുടെ പിതാവിൻ്റെ മുമ്പിൽ, നമ്മുടെ സർവശക്തനായ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഒരു സ്ട്രോങ് ആയ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പാപത്തിൻ്റെ ശമ്പളം എടുത്ത് എനിക്ക് തിരികെ തരുന്നവനല്ല, പകരം എൻ്റെ പാപത്തിൻ്റെ ശമ്പളം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ മേൽ ദൈവം ഇട്ടിരുന്ന സകല അനുഗ്രഹങ്ങളും എനിക്ക് തരികയും അതുപോലെ തന്നെ എന്നെ അപ്പ എന്ന് വിളിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്ത ഇതേ യേശു ക്രിസ്തു. പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നെങ്കിലും, നിങ്ങൾ ആരാണെങ്കിലും കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ആലോചിക്കുക. എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും സഹായിക്കാൻ എൻ്റെ കർത്താവ് സർവശക്തനാകുന്നു, സർവ്വവ്യാപിയാകുന്നു. ഏതൊരു സാഹചര്യത്തിലും, ഏതവസ്ഥയിലും കർത്താവുണ്ട്. ഏതൊരു സ്ഥലത്തും യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.